സൂര്യകിരണങ്ങൾ മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന മരതക പച്ചയണിഞ്ഞ കാട്ടിലൂടെ കളിച്ചു നടക്കുകയായിരുന്നു തമ്പു. കിളികളുടെ കളകൂജനങ്ങളും അരുവിയുടെ മർമരങ്ങളും ആ കാടിന് ഒരു പ്രത്യേക താളം നൽകി. കുസൃതിയും കരുണയും നിറഞ്ഞ കണ്ണുകളുമായി തമ്പു ചുറ്റുമുള്ള ലോകത്തെ കൗതുകത്തോടെ നോക്കി നടന്നു. തമ്പുവിന് വനത്തിലെ ഓരോ മരവും ഓരോ പൂവും പ്രിയപ്പെട്ടവയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവന്റെ വലിയ മനസ്സ് ആ കൊച്ചാനക്കുട്ടിയെ വനത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി മാറ്റി. ശാന്തമായി ഒഴുകുന്ന പുഴക്കരയിലൂടെ നടക്കുമ്പോൾ തമ്പു ഒരു കാഴ്ച കണ്ടു. പേടിച്ചു വിറച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു കരടിക്കുട്ടി. അവന്റെ പേര് കുട്ടു എന്നായിരുന്നു. നിനക്ക് എന്തു പറ്റി? എന്താണ് നീ കരയുന്നത്? തമ്പു സൗമ്യമായി ചോദിച്ചു. എനിക്ക് വഴി തെറ്റിപ്പോയി, എനിക്ക് പേടിയാവുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ കുട്ടു മറുപടി നൽകി. ആ നിമിഷം തമ്പുവിന്റെ ഉള്ളിൽ കുട്ടുവിനോട് വലിയ വാത്സല്യം തോന്നി. താൻ ഒറ്റയ്ക്ക് കളിച്ചു നടന്നിരുന്ന ലോകത്തേക്ക് തമ്പു കുട്ടുവിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു. അന്നു മുതൽ തമ്പുവും കുട്ടുവും ഉറ്റ സുഹൃത്തുക്കളായി മാറി. പിന്നീടുള്ള ദിവസങ്ങൾ വനത്തിന് ഉത്സവത്തിൻ്റെതായിരുന്നു. അവർ കാട്ടുപഴങ്ങൾ തേടി വനത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നടന്നു. മധുരമുള്ള പഴങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അവർ തിരിച്ചറിഞ്ഞു. പുഴയിലെ തണുത്ത വെള്ളത്തിൽ തുമ്പിക്കൈ കൊണ്ട് വെള്ളം തെറിപ്പിച്ചും പൊട്ടിച്ചിരിച്ചും അവർ സമയം ചിലവഴിച്ചു. ആ സൗഹൃദത്തിന്റെ വെളിച്ചത്തിൽ കാട് മുമ്പത്തെക്കാളും സുന്ദരമായി തോന്നി. പങ്കുവെക്കലിന്റെയും ഒരുമയുടെയും വലിയ പാഠങ്ങൾ അവർ തങ്ങളുടെ കളികൾക്കിടയിൽ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ സന്തോഷകരമായ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു ആപത്ത് അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മരങ്ങൾക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾക്കടിയിൽ ഒളിഞ്ഞിരുന്ന ആഴമേറിയ ഒരു കുഴി കുട്ടു കണ്ടില്ല. പെട്ടെന്ന് അവൻ ആ കുഴിയിലേക്ക് തെന്നി വീണു. തമ്പു, എന്നെ രക്ഷിക്കൂ! കുട്ടുവിന്റെ ദയനീയമായ നിലവിളി വനത്തിൽ മുഴങ്ങി. അത് കേട്ട് തമ്പുവിന്റെ ഹൃദയം വേഗത്തിലും ഇടിക്കാൻ തുടങ്ങി. കുഴിയിലേക്ക് നോക്കിയപ്പോ തമ്പുവിന് സത്യത്തിൽ പേടി തോന്നി. പക്ഷേ തന്റെ സുഹൃത്തിനെ അപകടത്തിൽ ഉപേക്ഷിച്ചു പോകാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. സ്വന്തം ഭയത്തെക്കാൾ വലുത് തന്റെ സുഹൃത്തിന്റെ ജീവനാണെന്ന് തമ്പു തിരിച്ചറിഞ്ഞു. തമ്പു പെട്ടെന്ന് ചുറ്റിലും നോക്കി. തൊട്ടടുത്ത് തന്നെ വീണ് കിടന്നിരുന്ന ബലമുള്ള ഒരു നീണ്ട മരക്കൊമ്പ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രതിസന്ധി ഘട്ടത്തിലും സമചിത്തതയോടെ ചിന്തിച്ച തമ്പു തന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആ കൊമ്പ് കുഴിയിലേക്ക് താഴ്ത്തിക്കൊടുത്തു. കുട്ടു, ഇതിൽ മുറുകെ പിടിച്ചോ, പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ പുറത്തെടുക്കാം. അവൻ ധൈര്യം നൽകി. കുട്ടു തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ മരക്കൊമ്പിൽ മുറുകെ പിടിച്ചു. ആഞ്ഞു പിടിച്ചുകൊണ്ട് തമ്പു കുട്ടുവിനെ മുകളിലേക്ക് വലിച്ചു കയറ്റി. കുഴിയിൽ നിന്നും പുറത്തു വന്ന കുട്ടു തമ്പുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നന്ദി തമ്പു, നീ എന്റെ ജീവൻ രക്ഷിച്ചു. കുട്ടു മെല്ലെ പറഞ്ഞു. തമ്പു പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ തലോടി. അതിനല്ലേ കൂട്ടുകാർ, നമ്മൾ ഇനി ഒരിക്കലും പരസ്പരം വിട്ടുപിരിയില്ല. തമ്പു മറുപടി പറഞ്ഞു. സന്തോഷകരമായ സമയങ്ങളിൽ കൂടെ ഇരിക്കുന്നത് മാത്രമല്ല, മറിച്ച് സങ്കടങ്ങളിലും അപകടങ്ങളിലും താങ്ങായി നിൽക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദമെന്ന് അവർ രണ്ടുപേരും അന്ന് തിരിച്ചറിഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായില്ലേ? അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.